നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാതെ വൻ അപകടങ്ങൾക്ക് ദൃക്സാക്ഷിയാകേണ്ടി വരുമ്പോൾ ഞെട്ടൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ പിന്തുടർന്നേക്കാം. അത്തരത്തിൽ ഞെട്ടലുളവാക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിറയെ യാത്രക്കാരുമായി ഒരു ബോയിംഗ് 737 റൺവേയിൽ നിന്നും തെന്നിമാറി പായുന്നതും കടലിൽ നിന്നും വെറും 15 യാർഡുകൾ മാത്രം, ഏകദേശം 14 മീറ്റർ മാത്രം ദൂരെ വന്നു നിന്നതുമായ ദൃശ്യമാണ് പുറത്തു വന്നത്. DY430 വിമാനം റൺവേയെ സമീപിക്കുന്നതും അതിവേഗത്തിൽ തന്നെ റൺവേയിൽ നിന്നും തെന്നിമാറുന്നതുമായ ദൃശ്യങ്ങളാണ് ലഭ്യമാകുന്നത്. നോർവേയിലെ റോംസ്ഡാൻ ഉപദ്വീപിന്റെ വടക്കൻ തീരപ്രദേശത്തുള്ള മോൾഡിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഓസ്ലോയിൽ നിന്നും പുറപ്പെട്ട വിമാനം അതീവ ഭയാനകമായ ഒരു ലാൻഡിംഗ് ആണ് നടത്തിയത്. ഇതിനുശേഷം റോക്കറ്റ് വിക്ഷേപണത്തിലും രണ്ടാം വട്ടവും വിജയം കാണാതെ പോയിരിക്കുന്ന ഒരു റോക്കറ്റ്, അതിന്റെ ദൃശ്യവും പുറത്തു വരികയാണ്. രണ്ടാം വട്ടവും വിജയം കാണാതെ ജപ്പാനിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപകനായ സ്പേസ് വൺ കമ്പനി വിക്ഷേപിച്ച് മിനിറ്റുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ റോക്കറ്റ് നിയന്ത്രണ നഷ്ടമായി താഴേക്ക് പതിക്കുകയായിരുന്നു. തായ്വാൻ ബഹിരാകാശ ഏജൻസിയുടെ ഒന്നുൾപ്പെടെ 5ഓളം ചെറിയ കൃത്രിമ ഉപകരണങ്ങളാണ് കെയ്റോസ് റോക്കറ്റ് വഹിച്ചിരുന്നത്. ഇവയെ ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കാനായിരുന്നു ശ്രമം. 18 മീറ്റർ ഉയരമുള്ള സോളിഡ് ഫ്യൂവൽ റോക്കറ്റാണ് കെയ്റോയ്. ജപ്പാനിലെ സ്പേസ് പോർട്ട് കീയിൽ നിന്ന് കുതിച്ചുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ കെയ്റോസ് റോക്കറ്റിന് സ്ഥിരത നഷ്ടമായി. ഇതോടെ വിക്ഷേപണം നിർത്താൻ ശ്രമം ആരംഭിച്ചു എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിജയകരമായി അയക്കുന്ന ജപ്പാനിലെ ആദ്യ സ്വകാര്യ കമ്പനിയായുള്ള സ്പേസ് വണ്ണിന്റെ രണ്ടാം ശ്രമത്തിലാണ് തിരിച്ചടി നേരിട്ടത്. മുമ്പും സ്പേസ് വൺ വിക്ഷേപണത്തിൽ തിരിച്ചടി നേരിട്ടിരുന്നു. 2024 മാർച്ചിൽ കൊയ്റോയെ റോക്കറ്റ് വിക്ഷേപണത്തിൽ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് ആദ്യ സംഭവം. അന്ന് കുതിച്ചുയർന്നു വെറും 5 സെക്കൻഡുകൾക്ക് ശേഷം റോക്കറ്റ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാനൺ അടക്കമുള്ള വമ്പൻ കമ്പനികളുടെ പിന്തുണയോടെ 2018 ജപ്പാനിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപകരായ സ്പേസ് വൺ എന്ന കമ്പനി ആരംഭിച്ചത്.